ഹലോ ഓൾ, മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യാണ്. സോ നമ്മുടെ PSCയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ എന്ന എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് ക്വസ്റ്റ്യൻസും ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ, ഇത് നമ്മുടെ ബയോ കെമിസ്ട്രി പഠിച്ചവർ, മൈക്രോബയോളജി പഠിച്ചവർ, അതേപോലെ MLT പഠിച്ചവർക്കുള്ള ഒരു സുവർണ അവസരമാണെന്ന് പറയാം. കാരണം മിക്കപ്പോഴും നമ്മൾ ചിലപ്പോൾ ഈ ഒരു ബയോ കെമിസ്ട്രി, മൈക്രോബയോളജി ക്വാളിഫിക്കേഷൻസ് എക്സാം വരുമ്പോൾ അതിൻ്റെ ഒപ്പം ഈ ഒരു കെമിസ്ട്രി പഠിച്ചവർക്കും അല്ലെങ്കിൽ മറ്റ് ഫിസിക്സ് പഠിച്ചവർക്ക്, സുവോളജി പഠിച്ചവർക്കും ഒക്കെ ചിലപ്പോൾ ആ ഒരു എക്സാമിന് എഴുതാനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്രാവശ്യം ഈ ഒരു ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ എന്ന ഈ ഒരു എക്സാമിന് ആകെ 3 കോഴ്സുകാർക്ക് മാത്രമാണ് എലിജിബിലിറ്റി ഉള്ളത്. MSc മൈക്രോബയോളജി, MSc ബയോ കെമിസ്ട്രി, അതേപോലെ MSc MLT, എല്ലാം മാസ്റ്റേഴ്സ് വേണം. അപ്പോൾ ഇത് കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്ക് സുവർണാവസരമാണ്. നിങ്ങൾക്ക് എളുപ്പം, കാരണം കോമ്പറ്റീഷൻ കുറവായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം പഠിച്ച് എത്താൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഒരു ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ. കോമ്പറ്റീഷൻ കുറവായിരിക്കും. ഇനി കോമ്പറ്റീഷൻ കുറവാണ്, എളുപ്പം പോസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് സാലറിയിൽ കുറവ് വരുന്നുണ്ടോ? അതും വരുന്നില്ല. അത്യാവശ്യം സാലറി ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് വരുന്നത് നമ്മുടെ ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു പോസ്റ്റാണ്. നമ്മുടെ ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് ഈ ഒരു ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ വരുന്നത്. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ ആണ് ഏറ്റവും ഒരു ബെസ്റ്റ് പാർട്ട്. നോക്കൂ, 51,400 to 1 lakh എബവ് ആണ് ഒരു ബേസിക് പേ അവർ കൊടുത്തിട്ടുള്ളത്. ഇനി വാക്കൻസി വരുന്നത് 6 വേക്കൻസി ആണുള്ളൂ. പക്ഷെ 6 വേക്കൻസി ആണെങ്കിൽ പോലും ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ നോക്കൂ, MSc മൈക്രോബയോളജി, MSc ബയോ കെമിസ്ട്രി, MSc MLT. അപ്പോൾ ഈ ഒരു മാസ്റ്റേഴ്സ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. മാസ്റ്റേഴ്സ് എടുത്ത ആൾക്കാർ കുറവായിരിക്കും, കൂടുതലും ഡിഗ്രിക്കാരായിരിക്കും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വാക്കൻസി കുറവാണെങ്കിലും കോമ്പറ്റീഷൻ അവിടെ കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് വാക്കൻസി കുറവാന്നുള്ള ഒരു പേടി നമ്മൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. നന്നായി പഠിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്ക് കിട്ടാവുന്ന ഒരു പോസ്റ്റാണ് ഒരു ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും വേഗം തന്നെ പോയിട്ട് അപ്ലൈ ആക്കുക. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നമ്മുടെ 1/1/2025 ആണെങ്കിലും അതുവരെ ഒന്നും കാത്തു നിൽക്കണ്ട. എന്ത് ചെയ്യുക, എല്ലാവരും വേഗം പോയിട്ട് തന്നെ അപ്ലൈ ആക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ജസ്റ്റ് നമ്മുടെ ഈ ഒരു പോസ്റ്റിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഇനി ബാക്കി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബയോ കെമിസ്ട്രി പോർഷൻസിൽ നിന്നും വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇന്ന് ബാക്കി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബയോ കെമിസ്ട്രിയിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 10-30 ക്വസ്റ്റ്യൻസ് നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിൽ നിന്നും കുറച്ച് ഒരു ക്വസ്റ്റ്യൻസ്, കുറച്ച് സെലക്റ്റഡ് അല്ലെങ്കിൽ ചോസൺ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഡീപ്പാണ്, ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കേണ്ടി വരും എന്നൊക്കെ. ഇത് മാസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡീപ്പായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ജസ്റ്റ് വായിച്ചു പോവുകയൊന്നും പോരാ, ഉള്ളിലേക്ക് ഇറങ്ങി പഠിക്കേണ്ടതാണ്. കാരണം മാസ്റ്റേഴ്സ് ആണ്, സിമ്പിളായിട്ട് പഠിച്ചാൽ പോരെ, ഡീപ്പായിട്ട് ഇറങ്ങി പഠിക്കേണ്ടതാണ് കേട്ടോ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാം. ഓട്ടോ അനലൈസേഴ്സ് ഇൻ ക്ലിനിക്കൽ ലബോറട്ടറീസ് എംപ്ലോയ്. നമുക്കറിയാം, ഒരു ക്ലിനിക്കൽ ലാബ് ആവുമ്പോൾ അവിടെ ഓട്ടോ അനലൈസേഴ്സ് ഇല്ലാതെ പറ്റില്ല അല്ലേ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഹോസ്പിറ്റൽ ലബോറട്ടറീസ് ഒക്കെ ആണെങ്കിൽ അവിടെ ഒരു മാനുവൽ അനലൈസേഴ്സ് വെച്ചിട്ട് ചെയ്യാന്നുള്ളത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പണിയാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു ലബോറട്ടറിയിലും എന്തുണ്ടായിരിക്കും, ഓട്ടോമാറ്റിക് മെഷീൻസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഓട്ടോ അനലൈസേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഓട്ടോ അനലൈസേഴ്സ് എന്ത് യൂസ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്, എന്താണ് അവരുടെ ആ ഒരു മെക്കാനിസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൈനറ്റിക് അനാലിസിസ്, എൻഡ് പോയിന്റ് അനാലിസിസ്, ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, നൺ ഓഫ് ദി അബവ്. എന്താണ് കൈനറ്റിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ? കൈനറ്റിക് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഫ്രം ദി വെരി ബിഗിനിങ് ടു ആ ഒരു എൻഡ്, ആ ഒരു റിയാക്ഷൻ നടക്കുന്നത് തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു റിയാക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. എന്തൊക്കെ ചേഞ്ചസ് അതിൽ വരുന്നു, എന്തൊക്കെ പ്രൊഡക്ട്സ് ഫോം ചെയ്യുന്നു, എന്തൊക്കെ റിയാക്ഷൻ നടന്നു, അങ്ങനെ കണ്ടിന്യൂസ് മോണിറ്ററിങ് വരുന്നതാണ് എന്ത്, കൈനറ്റിക് അനാലിസിസ്. ആ കണ്ടിന്യൂസ്ലി അവിടെ ഒരു മോണിറ്ററിങ് ഉണ്ടായിരിക്കും. അതാണ് കൈനറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി എൻഡ് പോയിന്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ
അവിടെ ഫസ്റ്റത്തെ റിയാക്ഷൻസ് ഒന്നും നോക്കുന്നില്ല, ലാസ്റ്റ് ഫോം ചെയ്തിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ട് മാത്രം കിടക്കുന്ന അനാലിസിസ് ആണ് എൻഡ് പോയിന്റ് അനാലിസിസ്. ഇനി ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നമുക്ക് അറിയാം എന്താണ്. നമ്മളിപ്പോൾ റിയാക്ഷൻ നടത്തുമ്പോൾ അതിൽ വരുന്ന കളർ ചേഞ്ചിനെ നോക്കിയിട്ടുള്ള അനാലിസിസ് ആണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. കൈനറ്റിക് എന്ന് പറയുമ്പോൾ അവിടെ റിയാക്ഷൻ റേറ്റ്, എൻസൈംസ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതിൽ ഏത് യൂസ് ചെയ്തിട്ടാണ് ഒരു ക്ലിനിക്കൽ ലബോറട്ടറിയിലുള്ള ഓട്ടോ അനലൈസേഴ്സ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയേണ്ടത്. ഏതായിരിക്കും? കൈനറ്റിക് അനാലിസിസ് ആയിരിക്കുമോ, എൻഡ് പോയിന്റ് അനാലിസിസ് ആയിരിക്കുമോ, ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആയിരിക്കുമോ? ഓട്ടോ അനലൈസേഴ്സ് പ്രവർത്തിക്കുന്നത് എന്തിൻ്റെ ബേസിസിലായിരിക്കും? ബേസ്ഡ് ഓൺ കൈനറ്റിക് അനാലിസിസിൻ്റെ ബേസിസിലായിരിക്കും. എന്താണ്? അവിടെ ഒരു കണ്ടിന്യൂസ് മോണിറ്ററിങ് ഉണ്ടായിരിക്കും. അവിടെ എന്താണ് റിയാക്ഷൻ റേറ്റ്, എന്താണ് റിയാക്ഷൻ നടക്കുന്നത്, എന്തൊക്കെ എൻഡ് പ്രോഡക്ട്സ് ഫോം ചെയ്ത്, അങ്ങനെ ഒരു ഫുള്ളി കണ്ടിന്യൂസ്ലി ഒരു അനാലിസിസ് നടക്കുന്നുണ്ടായിരിക്കും ഈ ഒരു ഓട്ടോ അനലൈസേഴ്സിൽ. സോ ഓട്ടോ അനലൈസേഴ്സ് എന്താണ് എംപ്ലോയ് ചെയ്യുന്നത്? കൈനറ്റിക് അനാലിസിസ് ആയിരിക്കും എംപ്ലോയ് ചെയ്യുന്നുണ്ടായിരിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, the property of emission spectroscopy is employed in. emission spectroscopy ആണ്. സ്പെക്ട്രോസ്കോപ്പി തന്നെ അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, എമിഷൻ സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്. അതായത് അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ ലൈറ്റിൻ്റെ അബ്സോർപ്ഷനെ ബേസ് ചെയ്തിട്ടുള്ള സ്പെക്ട്രോസ്കോപ്പി, അല്ലെങ്കിൽ ലൈറ്റ് അബ്സോർപ്ഷൻ കഴിഞ്ഞ് നമ്മുടെ ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആകുന്നു, അതിനുശേഷം എമിഷൻ നടക്കുന്നു. അപ്പോൾ അങ്ങനെ എമിഷൻ ബേസ് ചെയ്തിട്ടുള്ള സ്പെക്ട്രോസ്കോപ്പിയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഒന്ന് മാത്രം എന്താണ്? എമിഷൻ സ്പെക്ട്രോസ്കോപ്പി ആണ് യൂസ് ചെയ്യുന്നത്. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലൂറിമീറ്റർ, ഫോട്ടോ ഇലക്ട്രിക് കളറിമീറ്റർ, സ്പെക്ട്രോഫോട്ടോമീറ്റർ, ഫ്ലെയിം ഫോട്ടോമീറ്റർ. ഇതിൽ ഏതായിരിക്കും എമിഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക? ഫ്ലൂറിമീറ്റർ ആയിരിക്കോ, ഫോട്ടോ ഇലക്ട്രിക് കളറിമീറ്റർ ആയിരിക്കോ, സ്പെക്ട്രോഫോട്ടോമീറ്റർ ആയിരിക്കോ? ഇതിൽ നമുക്ക് ഈ ഒരു കളറിമീറ്ററും സ്പെക്ട്രോഫോട്ടോമീറ്ററും അല്ല നമുക്ക് ഉറപ്പിക്കാം. കാരണം ഇതിൽ രണ്ടും എന്താണ്? ലൈറ്റിൻ്റെ അബ്സോർപ്ഷനോ അല്ലെങ്കിൽ ട്രാൻസ്മിഷനോ ബേസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് കളറിമീറ്ററും സ്പെക്ട്രോഫോട്ടോമീറ്ററും ഒക്കെ. പിന്നെ ബാക്കി വരുന്നത് ഫ്ലൂറിമീറ്ററും ഫ്ലെയിം ഫോട്ടോമീറ്ററുമാണ്. ഇതിൽ ഏതായിരിക്കും? ദ ആൻസർ വിൽ ബി ഏതാണ്? ഫ്ലെയിം ഫോട്ടോമീറ്റർ ആണ് വരിക. ഏതാണ് വരുന്നത്? ഫ്ലെയിം ഫോട്ടോമീറ്റർ. കാരണം ഫ്ലെയിം ഫോട്ടോമീറ്ററിൽ അവിടെ എംപ്ലോയ് ചെയ്യുന്നത് എമിഷൻ ആണ്. ഓക്കെ, എമിഷൻ ആണ് അവിടെ നടക്കുന്നത്. പക്ഷെ ഫ്ലൂറിമീറ്ററിലാവുമ്പോൾ എമിഷൻ അല്ല, നമ്മൾ അറ്റോമിക് അബ്സോർപ്ഷൻ തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എമിഷൻ സ്പെക്ട്രോസ്കോപ്പി തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എമിഷൻ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്തത് എവിടെ മാത്രമാണ്? ഇറ്റ് ഈസ് ഇൻ ഫ്ലെയിം ഫോട്ടോമീറ്ററിലാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നോർമൽ റേഞ്ച് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ. അപ്പോൾ നമ്മളൊരു യൂറിൻ്റെ അനാലിസിസ് നടത്തുമ്പോൾ അതിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഇപ്പോൾ യൂറിൻ്റെ കളർ എന്താണ്, എമൗണ്ട് എന്താണ്, അതിൽ എത്രത്തോളമാണ് അതിൻ്റെ pH വരുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യൂറിൻ്റെ ഫിസിക്കൽ അനാലിസിസിൽ വരുന്നതാണ്. ഒപ്പം സ്പെസിഫിക് ഗ്രാവിറ്റി വരും, അതായത് യൂറിൻ്റെ ആ ഒരു ഡെൻസിറ്റി. അതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്രയാണ് നോർമൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 to 1.020, 1.015 to 1.025, 0.510 to 0.910, 1.310 to 1.415. ഇതിൽ ഏതായിരിക്കും നോർമൽ റേഞ്ച് എന്നറിയാം. അപ്പോൾ നമ്മൾ യൂറിൻ അനാലിസിസ് നടത്തുമ്പോൾ അതിൻ്റെ ഫിസിക്കൽ അനാലിസിസ് നടത്തും, കെമിക്കൽ അനാലിസിസ് നടത്തും, മൈക്രോസ്കോപ്പിക് അനാലിസിസും നടത്തും. കെമിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ യൂറിനിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഷുഗർ, ഗ്ലൂക്കോസ് പ്രസൻ്റ് ആണോ, അതേപോലെ എന്തെങ്കിലും സെൽസ് പ്രസൻ്റ് ആണോ, മറ്റെന്തെങ്കിലും സബ്സ്റ്റൻസ് പ്രോട്ടീൻ പ്രസൻ്റ് ആണോ എന്നൊക്കെ അനാലിസിസ് ചെയ്യുന്നതാണ് കെമിക്കൽ അനാലിസിസ്. ഇനി മൈക്രോസ്കോപ്പിക്കിൽ നമുക്ക് എന്ത് പറയാം? ഇപ്പോൾ എന്തെങ്കിലും ബാക്ടീരിയസ് പ്രസൻ്റ് ആണ്, എന്തെങ്കിലും മൈക്രോ ഓർഗാനിസം പ്രസൻ്റ് ആണ്. അതേപോലെ ഈ സെൽസും നമുക്ക് മൈക്രോസ്കോപ്പിക്കിലാണ് കേട്ടോ പറയാൻ പറ്റുന്നത്, കെമിക്കൽസിലല്ല. അതൊന്ന് മാറി പറഞ്ഞതാണ്. സെൽസൊക്കെ മൈക്രോസ്കോപ്പിക് അനാലിസിസിലാണ് വരിക. ഇനി ഫിസിക്കൽ അനാലിസിസ് ഓഫ് യൂറിൻ ആണെങ്കിൽ അതിൽ യൂറിൻ്റെ കളർ, pH, സ്പെസിഫിക് ഗ്രാവിറ്റി, എമൗണ്ട് ഒക്കെ, ക്വാണ്ടിറ്റി ഒക്കെ വരും. അപ്പോൾ ഇനി എന്താണ് യൂറിൻ്റെ നോർമൽ സ്പെസിഫിക് ഗ്രാവിറ്റി? ഏതാണ് വരിക? ദ നോർമൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ വിൽ ബി 1.015 to 1.025. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ചിലാണ്, ഈ ഒരു 1.015 to 1.025 എന്ന റേഞ്ചിലാണ് യൂറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത്. അത് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് ഹൈഡ്രോമീറ്റർ എന്നോ യൂറിനോമീറ്റർ എന്നോ ഒക്കെ പറയാം. ഓക്കെ, നോക്കൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഹൈഡ്രോമീറ്റർ, യൂറിനോമീറ്റർ. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? യൂറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാവുന്നതാണ്.
ഇനി നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ, വാൻഡൻബർഗ് റിയാക്ഷൻ ഇസ് യൂസ്ഡ് ഫോർ ദി അനാലിസിസ് ഓഫ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, മിക്കവർക്കും അറിയുന്നുണ്ടായിരിക്കും. എന്തിനാണ് വാൻഡൻബർഗ് റിയാക്ഷൻ യൂസ് ചെയ്യുന്നത്, എന്തിന്റെ അനാലിസിസിന് വേണ്ടിയിട്ടാണ് വാൻഡൻബർഗ് റിയാക്ഷൻ യൂസ് ചെയ്യുന്നത്? ബിലിറൂബിൻ, കാൽഷ്യം, ട്രാൻസാമിനേസ്, പ്രോത്രോംബിൻ. എന്തിന്റെ അനാലിസിസിനാണ് വാൻഡൻബർഗ് റിയാക്ഷൻ യൂസ് ചെയ്യുന്നത്? It is for the analysis of എന്തിന്റെയാണ്? ബിലിറൂബിൻ. എന്തിന്റെ അനാലിസിസിന് വേണ്ടിയിട്ടാണ്? ബിലിറൂബിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ സെറത്തിലോ ബിലിറൂബിന്റെ അളവ് കൂടുതലാണോ കുറവാണോ നോർമൽ ആണോ എന്നൊക്കെ അനലൈസ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് വാൻഡൻബർഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അത് യൂസ് ചെയ്ത് നമുക്ക് ബിലിറൂബിന്റെ അനാലിസിസ് നടത്താവുന്നതാണ്. ഈ ഒരു റിയാക്ഷന്റെ പ്രിൻസിപ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ബിലിറൂബിൻ ഉണ്ടല്ലോ, രണ്ട് ഫോമിൽ ഇരിക്കുന്നുണ്ട്. കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ആൻഡ് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഡയറക്റ്റ് ബിലിറൂബിൻ ഓർ ഇൻഡയറക്റ്റ് ബിലിറൂബിൻ എന്നും പറയാം. അപ്പൊ അതിലിവിടെ ഡയറക്റ്റ് ബിലിറൂബിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഡയറക്റ്റ് ബിലിറൂബിൻ അല്ലെങ്കിൽ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ, ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള ബിലിറൂബിൻ ആണ്. അത് നമ്മളെ വാൻഡൻബർഗ് റിയേജന്റ് ആയിട്ടുള്ള ഡയാസോടൈസ് സൾഫാനിലിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. പോസിറ്റീവ് ആണെങ്കിൽ we will get azobilirubin purple colored complex. അപ്പോൾ ഈ ഒരു ബിലിറൂബിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു പർപ്പിൾ കളേർഡ് അസോബിലിറൂബിൻ കോംപ്ലക്സ് ഫോം ചെയ്യും. പക്ഷെ അത് എത്ര ടൈം എടുത്തിട്ടാണ് ഫോം ചെയ്യുന്നത്, കുറേ നേരം എടുക്കുന്നുണ്ടോ, പെട്ടെന്ന് റിയാക്ഷൻ തരുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ആൾക്ക് റിസൾട്ട് പോസിറ്റീവ് ആണോ, അതായത് ബിലിറൂബിൻ കൂടുതലാണോ എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പം എന്തായാലും വാൻഡൻബർഗ് റിയാക്ഷൻ നമ്മൾ എന്ത് അനാലിസിസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? For the analysis of bilirubin. അടുത്ത ക്വസ്റ്റ്യൻ, 1 letter code for an amino acid that is optically inactive. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള അമിനോ ആസിഡ് ആണ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. ഇനി അത് മാത്രമല്ല, അമിനോ ആസിഡ്സിന്റെ എന്തും കൂടെ അറിയണം, 1 letter കോഡും കൂടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ നോക്കൂ, ക്വസ്റ്റ്യൻ എത്ര ബേസിക് അല്ലെങ്കിൽ ഡീപ്പ് ലെവലിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ പഠിക്കുമ്പോൾ വിചാരിക്കും ഈ ഒരു 1 letter കോഡിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ വരില്ല, അല്ലെങ്കിൽ 3 letter കോഡിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ വരില്ല എന്ന് വിചാരിക്കും. പക്ഷെ അത്രയും ഡീപ്പായിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ നമ്മൾ അത്രയും ഡീപ്പായിട്ട് ഇറങ്ങി പഠിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ എന്തായാലും അമിനോ ആസിഡ്സിന്റെ 1 letter കോഡാണ് ചോദിച്ചിരിക്കുന്നത്. അതും ഏത് അമിനോ ആസിഡിന്റെ? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള അമിനോ ആസിഡിന്റെ 1 letter കോഡ്. അപ്പോൾ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ ഒരു അമിനോ ആസിഡിന് എന്തായിരിക്കും? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. അതിലൊരു അസിമെട്രിക് കാർബൺ ആറ്റം ഉണ്ടായിരിക്കത്തില്ല. ഇതിനെന്തുണ്ടാവില്ല? അസിമെട്രിക് കാർബൺ ആറ്റം ഉണ്ടായിരിക്കത്തില്ല. ഇപ്പൊ ചിറാലിറ്റി, അച്ചുറാലിറ്റി അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവും ഇനാക്റ്റീവും ഒക്കെ പറയുന്നത്. അപ്പോൾ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ളത് ഏറ്റവും സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ആണ്. നമ്മൾ 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സിൽ ഒരാൾ മാത്രമാണ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. അതാണെങ്കിലോ ഏറ്റവും സിമ്പിൾ സ്ട്രക്ചർ ഉള്ള അമിനോ ആസിഡ് ആണ്. ഏത് അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ ആണ് ഇത് സിംപ്ലസ്റ്റ് സ്ട്രക്ചർ എന്ന് അറിയാമോ? ഏറ്റവും സിമ്പിൾ സ്ട്രക്ചർ ഉള്ള അമിനോ ആസിഡ് ഗ്ലൈസീൻ ആണ്. ഏത് അമിനോ ആസിഡ് ആണ്? ഗ്ലൈസിൻ. അപ്പൊ ഗ്ലൈസീന്റെ 3 letter കോഡും നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ നമ്മൾ വിചാരിക്കും ഗ്ലൈസീൻ 3 letter കോഡും 1 letter കോഡും, 1 letter ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഗ്ലൈസീന്റെ ഫസ്റ്റ് G അല്ലേ, അപ്പോൾ 1 letter കോഡ് G ആയിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമോ? ഇല്ല. പല അമിനോ ആസിഡ്സിനും അതിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ വെച്ചിട്ട് അല്ല 1 letter കോഡ് കൊടുത്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു E എന്ന് വെച്ചിട്ട് ഒരു അമിനോ ആസിഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഏത് അമിനോ ആസിഡിന്റെ 1 letter കോഡാണ്? ഈ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതെങ്കിലും സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഒരിക്കലും അമിനോ ആസിഡ്സിന്റെ ഈ ഒരു ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് അതിന്റെ 1 letter കോഡ് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പൊ എനിവേ ഹിയർ നമ്മൾ ഓപ്ഷൻ എ ഗ്ലൈസീന്റെ 1 letter കോഡ് G തന്നെയാണ് വരുന്നത്. ആൻസർ എന്തായിരിക്കും? G ആണ് വരിക. G സ്റ്റാൻഡ്സ് ഫോർ ഗ്ലൈസീൻ. നോക്കൂ, നമ്മുടെ 20 അമിനോ ആസിഡ്സിന്റെ 1 letter കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അലനിൻ ആണെങ്കിൽ A, സിസ്റ്റീന് C, ആസ്പാർട്ടിക് ആസിഡിന് നോക്കൂ D ആണ് വരുന്നത്. കാരണം ഓൾറെഡി A നമ്മൾ അലനിന് കൊടുത്തു. അപ്പൊ ആസ്പാർട്ടിക് ആസിഡ് നമുക്ക് D കൊടുക്കാൻ പറ്റില്ല. ഇനി ഗ്ലൂട്ടാമിക് ആസിഡിനാണ് ഏത്? E വരുന്നുണ്ട്. ഫീനൈൽ അലനിൻ ആവുമ്പോൾ F, ഗ്ലൈസീന് G, ഹിസ്റ്റഡിൻ. നമ്മുടെ ആൻസർ ഇതാട്ടോ, ഗ്ലൈസീന് G, ഹിസ്റ്റഡിന് H തന്നെയാണ്, ഐസൊല്യൂസിന് I, ലൈസീന് K,
ല്യൂസിന് L, മെത്തയോണിൻ M, ആസ്പരാജിൻ N, പ്രൊലിൻ P, ഗ്ലൂട്ടാമിൻ Q, ആർജിനിൻ R, സെറൈൻ S, ത്രിയോണിൻ T, വെലൈൻ V, ട്രിപ്റ്റോഫാൻ W, ടൈറോസിൻ Y. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ 20 അമിനോ ആസിഡ്സിന്റെ 1 ലെറ്റർ കോഡും 3 ലെറ്റർ കോഡും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റിന്റെ യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ക്യൂറി, ബെക്വറൽ, ഗ്രേ, ഓൾ ഓഫ് ദി അബവ്. അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മൾ കേട്ടിട്ടുള്ള യൂണിറ്റ് ആയിരിക്കും ക്യൂറി അല്ലെ. ക്യൂറി, നമ്മുടെ മാഡം ക്യൂറി, അവരാണ് എന്ത് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത്. അതിന്റെ ബേസിലാണ് ക്യൂറി എന്ന യൂണിറ്റ് വന്നിട്ടുള്ളത് റേഡിയോ ആക്ടിവിറ്റിക്ക്. അപ്പൊ ക്യൂറി എന്താണ്, റേഡിയോ ആക്ടിവിറ്റിന്റെ യൂണിറ്റ് തന്നെയാണ്. ഇനി ബെക്വറൽ ഉണ്ട്, ഗ്രേയും ഉണ്ട്. ഇത് രണ്ടും റേഡിയോ ആക്ടിവിറ്റിന്റെ യൂണിറ്റ് ആണോ? ഓഫ് കോഴ്സ് അതെ, ഇത് രണ്ടും എന്താണ്, റേഡിയോ ആക്ടിവിറ്റിന്റെ യൂണിറ്റ് തന്നെയാണ്. ബെക്വറൽ ആണ് SI യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി. റേഡിയോ ആക്ടിവിറ്റിന്റെ SI യൂണിറ്റ് എന്താണ്, ബെക്വറൽ ആണ് വരുന്നത്. അതുകൂടാതെ ഗ്രേ, ഇനി റൂദർഫോർഡ്, റോൺജൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും യൂണിറ്റ്സ് റേഡിയോ ആക്ടിവിറ്റിക്ക് ഉണ്ട്. ഇപ്പൊ തന്നിരിക്കുന്ന ഈ ഒരു 3 ഓപ്ഷൻസിന് എന്താണ്, റേഡിയോ ആക്ടിവിറ്റിന്റെ യൂണിറ്റ് ആണ്. സോ ആൻസർ എന്ത് വരും? ഇറ്റ് വിൽ ബി ഓൾ ഓഫ് ദി അബവ്. നോക്കൂ, റേഡിയോ ആക്ടിവിറ്റിന്റെ SI യൂണിറ്റ് വരുന്നത് ബെക്വറൽ ആണ്. കോമൺ യൂണിറ്റ് എന്താണ്, ക്യൂറി. ഇനി എത്രത്തോളം അയണൈസിങ് റേഡിയേഷനിലേക്ക് എക്സ്പോഷർ വന്നു അതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന SI യൂണിറ്റ് എന്ന് പറയുന്നത് കൊളും പെർ കിലോഗ്രാം ആണ്. അതിന്റെ കോമൺ യൂണിറ്റ് വരുന്നത് റോൺചൻ ആണ്. ഇനി എത്രത്തോളം റേഡിയേഷൻ ഒരാൾ അബ്സോർബ് ചെയ്തു അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഗ്രേ എന്ന SI യൂണിറ്റ് വെച്ചിട്ടാണ്. അതിന്റെ കോമൺ യൂണിറ്റ് ആണ് റാഡ്. ഇനി ഡോസ് ഇക്വാലൻസ്, അതായത് നമ്മുടെ എത്രത്തോളം റേഡിയേഷനുമായിട്ട് അബ്സോർബ് ചെയ്തു, അത് എത്രത്തോളം ഹെൽത്ത് ഇഫക്ട്സ് കോസ് ചെയ്യും, അതിനൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് സീവേർട്ട് എന്നൊരു SI യൂണിറ്റ് വെച്ചിട്ടാണ്. അതിന്റെ കോമൺ യൂണിറ്റ് ആണെങ്കിൽ റം. അപ്പോൾ ഈ യൂണിറ്റ്സ് ഒക്കെ ഓർത്ത് വെക്കുക. ഇതെല്ലാം എന്തിന്റെ യൂണിറ്റ്സ് തന്നെയാണ്, റേഡിയോ ആക്ടിവിറ്റിന്റെ യൂണിറ്റ്സ് തന്നെയാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കാറ്റക്കോളമൈൻ ഹോർമോൺസ് ബൈൻഡ് ടു റിസപ്റ്റേഴ്സ് പ്രസന്റ്. കാറ്റക്കോളമൈൻ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഹോർമോൺസാ വരിക? നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിന്റെ അഡ്രിനൽ മെഡുല്ലയിൽ നിന്നും സിന്തസൈസ്ഡ് ആവുന്ന 2 ഹോർമോൺസ് ഉണ്ട്. അവരെയാണ് കാറ്റക്കോളമൈൻ ഹോർമോൺസ് എന്ന് പറയുന്നത്. അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നീന്റെ മേലെ കാണുന്ന ഗ്ലാൻഡുകളാണ് അഡ്രിനൽ ഗ്ലാൻഡ്. ഈ അഡ്രിനൽ ഗ്ലാൻഡിന് 2 ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ ലെയറും ഉണ്ട്, ഇന്നർ ലെയറും ഉണ്ട്. ഔട്ടർ ലെയർ ആണ് അഡ്രിനൽ കോർട്ടെക്സ്, ഇന്നർ ലെയർ ആണ് അഡ്രിനൽ മെഡുല്ല. അഡ്രിനൽ മെഡുല്ലയിൽ നിന്നും വരുന്ന ഹോർമോൺസ് ആണ് കാറ്റക്കോളമൈൻ ഹോർമോൺസ്. അത് 2 ഹോർമോൺസ് ആണ്, എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും, അല്ലെങ്കിൽ നമുക്ക് അഡ്രിനാലിൻ നോർ അഡ്രിനാലിൻ എന്നും പറയാം. എപ്പിനെഫ്രിൻ ഓർ നോർ എപ്പിനെഫ്രിൻ. അപ്പൊ ഈ 2 ഹോർമോൺസും ബൈൻഡ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹോർമോൺസിന് അവരുടെ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ എന്തും കൂടെ വേണം, അവർക്ക് ബൈൻഡ് ചെയ്യാൻ റിസപ്റ്റേഴ്സും കൂടെ വേണം. അപ്പൊ ഇതിന്റെ ബേസിസിൽ നമുക്ക് ഹോർമോൺസിനെ 2 എണ്ണാക്കിയിട്ട് പറയാം. ലിപ്പിഡ് സൊല്യുബിൾ ഹോർമോൺസും ഉണ്ട്, വാട്ടർ സൊല്യുബിൾ ഹോർമോൺസും ഉണ്ട്. അപ്പോൾ ചില ഹോർമോൺസ് എന്തായിരിക്കും, ലിപ്പിഡ് സൊല്യുബിൾ ആയിരിക്കും. ഇങ്ങനത്തെ ഹോർമോൺസിന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സെൽ മെംബ്രെയിനിൽ കൂടെ പാസ് ചെയ്ത് സെല്ലിന്റെ ഉള്ളിലെത്താൻ പറ്റും. അപ്പൊ ഇങ്ങനെ ലിപ്പിഡ് സൊല്യുബിൾ ഹോർമോൺസിന്റെ റിസപ്റ്റേഴ്സ് സെല്ലിന്റെ ഉള്ളിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കും. ഒന്നല്ലെങ്കിൽ സൈറ്റോസോള് അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ ഉള്ളിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ എല്ലാ ഹോർമോൺസും ലിപ്പിഡ് സൊല്യുബിൾ ആകണമെന്നില്ല. ചില ഹോർമോൺസ് എന്തായിരിക്കും, ലിപ്പിഡ് ഇൻസൊല്യുബിൾ ആയിരിക്കും, അവർ വാട്ടർ സൊല്യുബിൾ ആയിരിക്കും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാനുള്ള കഴിവില്ല, നമ്മുടെ സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലേക്കൂടെ പാസ് ചെയ്യാനുള്ള കഴിവില്ല. സോ അങ്ങനത്തെ ഹോർമോൺസ് എന്താ ചെയ്യുക, അവരുടെ റിസപ്റ്റേഴ്സ് സെൽ മെംബ്രെയിൻസിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻസിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. അവർ ആ ഒരു റിസപ്റ്റേഴ്സുമായിട്ടാണ് ബൈൻഡ് ചെയ്യുക. സോ അങ്ങനെ വേണം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കാറ്റക്കോളമൈൻ ഹോർമോൺസ് ആയിട്ടുള്ള എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും, ഇവർ 2 പേരുണ്ടല്ലോ വാട്ടർ സൊല്യുബിൾ ഹോർമോൺസ് ആണ്, അല്ലെങ്കിൽ ലിപ്പിഡ് ഇൻസൊല്യുബിൾ ഹോർമോൺസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാനുള്ള കഴിവില്ല, സെൽ മെംബ്രെയിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് സെല്ലിൻ്റെ ഉള്ളിലേക്ക് എത്താൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇവരുടെ റിസപ്റ്റേഴ്സ് എവിടെയായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക,
സെല്ലിൻ്റെ പുറത്ത് സെൽ മെംബ്രെയിനിൽ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. സോ ഇവരുടെ റിസപ്റ്റേഴ്സ് എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക? ഇൻ ദി പ്ലാസ്മ മെംബ്രെയിൻസ്. ലിപ്പിഡ് സൊല്യൂബിൾ ഹോർമോൺസിൻ്റെ ഒക്കെ റിസപ്റ്റേഴ്സ് ഇരിക്കുന്നുണ്ടായിരിക്കുക എവിടെയായിരിക്കും? സെല്ലിൻ്റെ ഉള്ളിലായിരിക്കും, അല്ലെങ്കിൽ സൈറ്റോസോൾ അല്ലെങ്കിൽ ന്യൂക്ലിയസിലായിരിക്കും. ഇനി ബാക്കി വരുന്ന ഹോർമോൺസിൻ്റെ ആണെങ്കിലോ നമ്മുടെ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻസിലായിരിക്കും അവരുടെ റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് പ്രസന്റ് ഇൻ സെക്രീഷൻസ് ആർ. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുമ്പോൾ ആൻറ്റിബോഡീസ്, നമ്മുടെ ബോഡിക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ആൾക്കാരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. അത് 5 ക്ലാസ്സസ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണുള്ളത്. IgA, IgM, IgD, IgE, IgG, ഇങ്ങനെ 5 ആൾക്കാരുണ്ട്. 5 പേർക്കും അവരുടേതായ ഫങ്ഷൻസ് നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പം എന്താണ് ക്വസ്റ്റ്യൻ? സെക്രീഷൻസ്, ബോഡി സെക്രീഷൻസിൽ കാണപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണെന്നാണ്. IgA ആണോ, IgD ആണോ, IgE ആണോ, IgM ആണോ? ഏതായിരിക്കും ബോഡി സെക്രീഷൻസിൽ കാണപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ? ദ ഇമ്മ്യൂണോഗ്ലോബുലിൻ വിൽ ബി IgA. സെക്രീഷൻസിൽ കാണുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? IgA ആയിരിക്കും. നമ്മുടെ കണ്ണുനീര്, സലൈവ, മ്യൂക്കസ്, കൊളസ്ട്രം, ഇതിലൊക്കെ എന്തുണ്ടായിരിക്കും? IgA പ്രസന്റ് ആയിരിക്കും. അതായത് നമ്മുടെ ബോഡിയിൽ നിന്നും ഉണ്ടാകുന്ന സെക്രീഷൻസ്, ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന സാധനങ്ങളാണല്ലോ. മ്യൂക്കസ് ആണെങ്കിലും ടിയേഴ്സ് ആണെങ്കിലും കൊളസ്ട്രം ഒക്കെ ആണെങ്കിലും. അപ്പൊ അതിൽ കാണപ്പെടുന്നതാണ് ഏത്? IgA എന്ന ആന്റിബോഡീസ്. ഓക്കെ, നമ്മുടെ 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ കോ എൻസൈം ഓഫ് പൈറുവേറ്റ് കാർബോക്സിലേസ്. നമ്മുടെ ബോഡിയിലുള്ള മിക്ക എൻസൈംസിനുണ്ടല്ലോ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അവർക്ക് കോ എൻസൈംസും കൂടെ വേണം, അല്ലെങ്കിൽ കോ ഫാക്ടേഴ്സും കൂടെ വേണം. ഈ കോ എൻസൈംസ് ഇല്ലാതെ അവർക്ക് ഫുള്ളി ഫങ്ഷണൽ ആകാൻ പറ്റില്ല. അപ്പം അങ്ങനെ പൈറുവേറ്റ് കാർബോക്സിലേസ് എന്ന എൻസൈമിൻ്റെ കോ എൻസൈം ആരാണ്? കോ എൻസൈം എ ബയോട്ടിൻ, TPP, PLP. TPP എന്ന് പറഞ്ഞാൽ തയമിൻ പൈറോഫോസ്ഫേറ്റ്, PLP എന്ന് പറഞ്ഞാൽ പിരിഡോക്സാൽ ഫോസ്ഫേറ്റ്. അപ്പോൾ തന്നിരിക്കുന്ന 4 കോഎൻസൈംസ് ആണ്. ഇതിലേതാണ് പൈറുവേറ്റ് കാർബോക്സിലേസ് എന്ന എൻസൈമിന്റെ കോഎൻസൈം ആയിട്ട് വരുന്നത്? ഏതായിരിക്കും? ദ കോഎൻസൈം വിൽ ബി ബയോട്ടിൻ. ഏതായിരിക്കും ആൻസർ? ബയോട്ടിൻ ആണ് വരിക. കാരണം ബയോട്ടിൻ ഹെൽപ്പ് ചെയ്യുക കാർബോക്സിലേഷൻ റിയാക്ഷൻസിലാണ് ബയോട്ടിൻ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ കാർബോക്സിലേസ് എൻസൈംസിൻ്റെ ഒക്കെ കോഎൻസൈംസ് ആരായിരിക്കും? ബയോട്ടിൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കോഎൻസൈം പറഞ്ഞ് ചില എൻസൈംസിന് അവരുടെ കെമിക്കൽ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്ന കെമിക്കൽ മോളിക്യൂൾസ് ആണ് കോ എൻസൈംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പൈറുവേറ്റ് കാർബോക്സിലേസ് എന്ന എൻസൈമിൻ്റെ കോഎൻസൈം ആരാണ്? ഇറ്റ് ഈസ് ബയോട്ടിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കാരി മുള്ളിസ് ഗോട്ട് നോബൽ പ്രൈസ് ഫോർ ഹിസ് ഇൻവെൻഷൻ. ഇവിടെ ഒരു ഈസ് ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ കാരി മുള്ളിസ് എന്ന സയൻറ്റിസ്റ്റിന് നോബൽ പ്രൈസ് കിട്ടിയത് അദ്ദേഹം എന്ത് കണ്ടുപിടിച്ചപ്പോഴാണ്? ഓട്ടോ അനലൈസർ, PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, DNA സീക്വൻസർ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. അപ്പോൾ ഇതിൽ ഏത് കണ്ടുപിടിച്ചപ്പോഴാണ് കാരി മുള്ളിസിന് നോബൽ പ്രൈസ് കിട്ടിയത്? അറിയാമോ? ഏത് കണ്ടുപിടിച്ചപ്പോഴായിരിക്കും? ഫോർ ഹിസ് ഇൻവെൻഷൻ ഓഫ് PCR. എന്തിൻ്റെയാണ്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അതായത് നമ്മുടെ DNA ഒക്കെ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട്, കോപ്പീസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു എന്താണ് പ്രോസസ്സാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അത്യാവശ്യം ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിന് മെഷീൻസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് വലിയ പണിയൊന്നുമില്ല. ഇപ്പോൾ നോക്കൂ, PCR കമ്പോണൻസ് ആയിട്ട് DNA സാമ്പിൾ വേണം, DNA സിന്തസിസ് നടക്കാൻ വേണ്ടിയുള്ള പ്രൈമേഴ്സ് വേണം, ന്യൂക്ലിയോടൈഡ്സ് വേണം, പിന്നെ ഒരു എൻസൈം വേണം സിന്തസിസ് നടക്കാൻ വേണ്ടിയിട്ട്, ബഫർ വേണം, അത് ആവശ്യമായിട്ടുള്ള ട്യൂബ് വേണം, അതേപോലെ നമുക്കൊരു തെർമൽ സൈക്കിൾ വേണം. അപ്പോൾ ഇത്രയും കമ്പോണൻസ് നമുക്ക് PCR ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. ഇനി ഒരു PCR ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് 3 സ്റ്റെപ്പുകളാണ് വരുന്നത്. ഏതൊക്കെയാണ്? ഡീനാച്ചുറിങ്, അനീലിംഗ്, എക്സ്റ്റൻഷൻ. 3 സ്റ്റെപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡീനാച്ചുറിങ് സ്റ്റെപ്പാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് അനീലിംഗ് സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ് എക്സ്റ്റൻഷൻ സ്റ്റെപ്പ്. അപ്പോൾ ഡീനാച്ചുറേഷൻ സ്റ്റെപ്പിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 95 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൽ വെച്ച് നമ്മുടെ DNA സ്ട്രാൻഡ്സ് സെപ്പറേറ്റഡ് ആവും. പിന്നെ അനീലിങ്ങിൻ്റെ ടെമ്പറേച്ചർ 55 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൽ പ്രൈമേഴ്സ് വന്നിട്ട് നമ്മൾ ടെംപ്ലേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ലാസ്റ്റ് സ്റ്റെപ്പ് എക്സ്റ്റൻഷൻ, അതിൻ്റെ ടെമ്പറേച്ചർ 72 ഡിഗ്രി സെൽഷ്യസ്.
അപ്പോൾ എന്ത് ചെയ്യുന്നു, ന്യൂ സ്ട്രാൻഡിന്റെ സിന്തസിസ് നടക്കുന്നു. ഇതൊക്കെ നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ നമ്മുടെ ക്ലാസ്സുകളിൽ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രോത്ത് ഹോർമോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. ഗ്രോത്ത് ഹോർമോൺ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, ഹൈപ്പോതലാമസ്, തൈറോയിഡ് ഗ്ലാൻഡ്. അപ്പോൾ ഇത് നാലും എന്താണ്, നാലിൽ നിന്നും ഹോർമോൺസിന്റെ സിന്തസിസ് നടക്കുന്നുണ്ട്. ഇതിൽ എവിടെ നിന്നുമാണ് ഗ്രോത്ത് ഹോർമോണിന്റെ സിന്തസിസ് നടക്കുന്നത്? ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഗ്രോത്തിന് വേണ്ടി സഹായിക്കുന്ന ഹോർമോൺ ആണ് ഗ്രോത്ത് ഹോർമോൺ. ഈ ഗ്രോത്ത് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ആരായിരിക്കും? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആയിരിക്കും. ഈ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ തന്നെ അത്യാവശ്യം ഒരു 7 ഹോർമോൺസിന്റെ ഒക്കെ സിന്തസിസ് നടക്കുന്നുണ്ട്. അതുകൂടാതെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരുന്നത് ആകെ 2 ഹോർമോൺസ് മാത്രമാണ്. അതെപ്പോഴും ഓർത്ത് വെക്കുക, ഓക്സിറ്റോസിൻ അതേപോലെ ADH, ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. ഈ 2 ഹോർമോൺസ് ആണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ്. ആക്ച്വലി ഈ 2 ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി തന്നെയാണ്. പക്ഷെ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കലാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയുടെ ഫംഗ്ഷൻ. ആവശ്യമുള്ളപ്പോൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും റിലീസ് ആകുന്നു. അപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആയതുകൊണ്ട് മാത്രമാണ് ഈ 2 ഹോർമോൺസിനെ നമ്മൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഇനി ഹൈപ്പോതലാമസിൽ നിന്നും കുറേ ഹോർമോൺസിന്റെ സിന്തസിസ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നും തൈറോയിഡ് ഹോർമോൺസിന്റെ സിന്തസിസ് നടക്കുന്നു. അപ്പോൾ ഗ്രോത്ത് ഹോർമോണിന്റെ സിന്തസിസ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഇറ്റ് ഈസ് സിന്തസൈസ്ഡ് ബൈ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആണ് ഗ്രോത്ത് ഹോർമോണിനെ സിന്തസൈസ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മസിൽസ് ഗ്രോ ചെയ്യും, നമ്മുടെ ബോൺസ് വളരും. അതേപോലെ ലിവറിൽ ഗ്രോത്ത് ഹോർമോണിന്റെ എഫക്റ്റ് ഉണ്ട്. അവിടെ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ പറഞ്ഞ ഒരാളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടി സഹായിക്കും? ബോൺ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇൻഡയറക്റ്റ് ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയാണ് എന്ത് വരുന്നത്, നമ്മുടെ 11ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ, PAS സ്റ്റെയിൻ. PAS സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ പീരിയോഡിക് ആസിഡ് ഷിഫ്റ്റ് സ്റ്റെയിൻ ആണ്. എന്താണ്? പീരിയോഡിക് ആസിഡ് ഷിഫ്റ്റ് സ്റ്റെയിൻ is used in electrophoresis for the detection of. അപ്പോൾ ഇലക്ട്രോഫോറസിസ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റിംഗ് മെത്തേഡ് ആണ് അല്ലേ, ബേസ്ഡ് ഓൺ ദി ചാർജ് ആൻഡ് സൈസ്. ഇലക്ട്രോഫോറസിസിൽ നമുക്ക് ഡിഫറെൻറ്റ് ബയോമോളിക്യൂൾസിൻ്റെ സെപ്പറേഷൻ നടത്താം. DNAൻ്റെയും പ്രോട്ടീൻസിൻ്റെയും കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും RNAൻ്റെയും ലിപ്പിഡ്സിനും ഒക്കെ നമുക്ക് ഇലക്ട്രോഫോറസിസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്ത സ്റ്റെയിൻ PAS സ്റ്റെയിൻ ആണ്. ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് പീരിയോഡിക് ആസിഡ് ഷിഫ്റ്റ് സ്റ്റെയിൻ ആണെങ്കിൽ അവിടെ നമ്മൾ സാമ്പിൾ ഏത് ടൈപ്പ് ഓഫ് മോളിക്യൂൾ ആയിരിക്കും? DNA ആയിരിക്കോ, RNA ആയിരിക്കോ, ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആയിരിക്കോ, ലിപ്പോ പ്രോട്ടീൻസ് ആയിരിക്കോ? ആരായിരിക്കും? പീരിയോഡിക് ആസിഡ് ഷിഫ്റ്റ് സ്റ്റെയിൻ ആണ്. ഈ സ്റ്റെയിൻ നമ്മൾ യൂസ് ചെയ്യുക മെയിനായിട്ട് ഗ്ലൈക്കോ പ്രോട്ടീൻസ്, ഗ്ലൈക്കോ ലിപ്പിഡ്സിന്, അതായത് ഒരു കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കോൺജുഗേറ്റഡ് മോളിക്യൂൾസിനാണ് നമ്മൾ ഈ ഒരു പീരിയോഡിക് ആസിഡ് ഷിഫ്റ്റ് സ്റ്റെയിൻ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്ലൈക്കോ പ്രോട്ടീൻസിന്റെ അനാലിസിസിന് വേണ്ടിയിട്ടായിരിക്കും. എന്തിനാണ്? ഗ്ലൈക്കോ പ്രോട്ടീൻസിന്റെ അനാലിസിസ്. ഇപ്പോൾ DNAൻ്റെയും RNAൻ്റെയും ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമുക്ക് എത്തിഡിയം ബ്രോമൈഡ് യൂസ് ചെയ്യാം. ലിപ്പോ പ്രോട്ടീൻസ് ആണെങ്കിൽ സുഡാൻ ബ്ലാക്ക് ബി ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഗ്ലൈക്കോ പ്രോട്ടീൻസ്, ഗ്ലൈക്കോ ലിപ്പിഡ്സിന്റെ അനാലിസിസിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ആണ് ഏത്? പീരിയോഡിക് ആസിഡ് ഷിഫ്റ്റ് സ്റ്റെയിൻ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റാറ്റിൻസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഹൈപ്പർ കൊളസ്ട്രീമിയ. ഹൈപ്പർ കൊളസ്ട്രീമിയ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ഹൈ ആയി നിൽക്കുന്ന കണ്ടീഷനെയാണ്. അതായത് എബവ് 200 ഒക്കെ ആയി നിൽക്കുകയാണ് കൊളസ്ട്രോൾ. അതിനെയാണ് നമ്മൾ ഹൈപ്പർ കൊളസ്ട്രീമിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മരുന്നുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിലൊക്കെ ഒരു സ്റ്റാറ്റിൻ എന്ന പേര് കാണാൻ പറ്റും. അറ്റോർവാസ്റ്റാറ്റിൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ സ്റ്റാറ്റിൻസ് ആണ് നമ്മൾ ഈ ഒരു കൊളസ്ട്രോൾ കൂടുതലായി കഴിഞ്ഞാൽ അതിനെ കുറക്കാൻ വേണ്ടി കഴിക്കുന്ന ഗുളികയാണ് സ്റ്റാറ്റിൻസ്. അപ്പോൾ അവർ എങ്ങനെയാണ് ഈ ഒരു ഹൈപ്പർ കൊളസ്ട്രീമിയനെ എന്ത് മെക്കാനിസത്തിലാണ് അവർ വർക്ക് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ആണോ, അൺകോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ആണോ, നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ആണോ, എങ്ങനെയായിരിക്കും ഹൈപ്പർ കൊളസ്ട്രീമിയന് സ്റ്റാറ്റിൻസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക? അപ്പോൾ ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ ഇത് എൻസൈം ഇൻഹിബിഷൻ ആണ്. എൻസൈം ഇൻഹിബിഷൻ മെയിനായിട്ട് 2 ടൈപ്സ് വരും, റിവേഴ്സിബിൾ ഇൻഹിബിഷനും ഇറിവേഴ്സിബിൾ ഇൻഹിബിഷനും. റിവേഴ്സിബിൾ ഇൻഹിബിഷൻ തന്നെ 3 ടൈപ്സ് ഉണ്ട്. അതാണ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ, അൺകോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ, നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ. അപ്പോൾ എന്തായാലും ഹൈപ്പർ കൊളസ്ട്രീമിയൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിൻസ് എക്സിബിറ്റ് ചെയ്യുന്നത് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ആയിരിക്കും. അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്?
കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷന്റെ ബേസിസിലായിരിക്കും. കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിൽ വന്നിട്ട് ഈ ഒരു ഇൻഹിബിറ്റേഴ്സ് ബൈൻഡ് ചെയ്യും. അതാണ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ. ഇനി നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിൽ വന്നിട്ട് ഇൻഹിബിറ്റർ ബൈൻഡ് ചെയ്യില്ല, പകരം അലോസ്റ്ററിക് സൈറ്റിലായിരിക്കും ഇൻഹിബിറ്റർ ബൈൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ. ഇനി അൺകോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ എന്ന് പറയുമ്പോൾ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സുമായിട്ടായിരിക്കും ഇൻഹിബിറ്റർ ബൈൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ റിവേഴ്സിബിൾ ഇൻഹിബിഷനിൽ വരുന്നത്. ഓക്കെ, നമ്മുടെ 14ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് നോട്ട് ആൻ ഇൻഹിബിറ്റർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽസിൽ മൈറ്റോകോൺഡ്രിയയിൽ നടക്കുന്ന ഒരു എനർജി ജനറേറ്റിംഗ് പാത്വേ ആണ്. ATPന്റെ സിന്തസിസിന് വേണ്ടി നടക്കുന്ന ഒരു പാത്വേ ആണ്. അതിൽ കുറച്ച് ഇൻഹിബിറ്റേഴ്സ് വരുന്നുണ്ട്. പക്ഷെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 3 ആള് ETCന്റെ ഇൻഹിബിറ്റേഴ്സ് ആണ്, ഒരാൾ ഒഴികെ. അപ്പൊ ആരാണ് ഇൻഹിബിറ്റർ അല്ലാത്തത് എന്ന് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സ്ട്രെപ്റ്റോമൈസിൻ, ആന്റിമൈസിൻ A, സയനൈഡ്, പിയേഴ്സിഡിൻ A. ഇതിൽ ആരായിരിക്കും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ്റെ ഇൻഹിബിറ്റർ അല്ലാത്തത്? ആരാണ്? ഇറ്റ് ഈസ് സ്ട്രെപ്റ്റോമൈസിൻ. ആരാണ് ഇൻഹിബിറ്റർ അല്ലാത്തത്? സ്ട്രെപ്റ്റോമൈസിൻ. ബാക്കി പേഴ്സിഡിൻ ആയിക്കോട്ടെ, ആന്റിമൈസിൻ A ആയിക്കോട്ടെ, സയനൈഡ് ആയിക്കോട്ടെ, ഇവരൊക്കെ ഇൻഹിബിറ്റേഴ്സ് ആണ്. ഈ ഒരു 3 ആൾക്കാരും പല മെത്തേഡിലാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ പിയേഴ്സിഡിൻ ആണെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫറിനെ പ്രിവെൻറ്റ് ചെയ്യാണ്. FES സെൻറ്ററിൽ നിന്നും യുബിക്വിനോണിലേക്കുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫറിനെ പ്രിവെൻറ്റ് ചെയ്യും. ഇനി ആൻറ്റിമൈസിൻ A ആണെങ്കിൽ സൈറ്റോക്രോം Bയിൽ നിന്നും സൈറ്റോക്രോം C1ലേക്കുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫറിനെ ബ്ലോക്ക് ചെയ്യും. സയനൈഡ് ആണെങ്കിൽ സൈറ്റോക്രോം ഓക്സിഡേസ് എന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ പലതരത്തിലാണ് ഈ ആൾക്കാരൊക്കെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ ലീസ്റ്റ് ഡെൻസ് ലിപ്പോപ്രോട്ടീൻ. ലിപ്പോപ്രോട്ടീൻസ് എന്താണ്? നമ്മുടെ ലിപ്പിഡ്സിനെ ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ് ലിപ്പോപ്രോട്ടീൻസ്. ഇവർ അവരുടെ ഡെൻസിറ്റീൻ്റെ ബേസിസിലാണ് നമ്മൾ അവരുടെ ഡിഫറെൻറ്റ് ടൈപ്സിനെ തന്നെ പറയുന്നത് അല്ലേ. HDL, LDL, കൈലോമൈക്രോൺസ്, VLDL. VLDL എന്ന് പറയുമ്പോൾ വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, LDL ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, HDL ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, പിന്നെ ഒരാളും കൂടെ ഇന്റർമീഡിയറ്റ് ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ കൈലോമൈക്രോൺ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കനം കുറഞ്ഞ ലിപ്പോപ്രോട്ടീൻ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ മിക്കവാറും നമ്മളെല്ലാവരും പോയിട്ട് എന്ത് ചെയ്യും? വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീന് പോയിട്ട് അങ്ങോട്ട് ഇങ്ങനെ ബബിൾ ചെയ്ത് കൊടുക്കും അല്ലേ. പക്ഷെ VLDL ആണോ നമ്മുടെ ആൻസർ? ഒരിക്കലും അല്ല. നമ്മുടെ ആൻസർ ആരാണ്? കൈലോമൈക്രോൺസ് ആണ്. ഏറ്റവും ഡെൻസിറ്റി കുറവുള്ളത് കൈലോമൈക്രോൺസ് ആണ്. പിന്നെ കുറച്ചും കൂടെ ഡെൻസിറ്റി കൂടുതൽ വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീന്, പിന്നെ അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലാണ് ഇന്റർമീഡിയറ്റ് ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീന്, പിന്നെ കുറച്ചും കൂടെ കൂടുതൽ LDLന്, പിന്നെ ഏറ്റവും കൂടുതൽ HDL. ഇതിൽ HDLനെയാണ് നമ്മൾ ഗുഡ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്നത്. ചീത്ത കൊളസ്ട്രോൾ അല്ലെങ്കിൽ ബാഡ് കൊളസ്ട്രോൾ വരുന്നതാണ് VLDL, LDL ഒക്കെ. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. അപ്പോൾ ഇതോടുകൂടെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും ഈ ഒരു ബയോകെമിസ്ട്രിയിൽ ഏതൊക്കെ പോസ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഏകദേശം പല പോസ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ എനർജി, മെറ്റബോളിസം ഉണ്ട്, എൻസൈമോളജി വരുന്നുണ്ട്, ഇമ്മ്യൂണോളജി വരുന്നുണ്ട്, അങ്ങനെ പല ഭാഗത്തിൽ നിന്നുള്ള, അതുപോലെ ക്ലിനിക്കൽ വരുന്നുണ്ട്, മെഡിക്കൽ വരുന്നുണ്ട്, പല ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്ലാസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയുമുള്ള ക്ലാസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും താങ്ക് യു.